ഇന്നത്തെ അമ്മൂസ് കിച്ചണിൽ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ചേച്ചിയാണെന്ന് 2 ഡിഷ് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഫ്രൈഡ് റൈസ്. ഏത് ഫ്രൈഡ് റൈസാണ്? ഷേജ്വാൻ ഫ്രൈഡ് റൈസ്. പിന്നൊന്ന് പനീർ ചില്ലി കറി. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെപ്പറ്റി ചേച്ചി വിശദമായി പറയും. ഓക്കെ, നമ്മൾ 2 ഡിഷ് ഉണ്ടാക്കുകയാണ്. ഷേജ്വാൻ ഫ്രൈഡ് റൈസ്, പനീർ ചില്ലി കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. ഷേജ്വാൻ ഫ്രൈഡ് റൈസ് ആദ്യം ഞാൻ പറയാം. റൈസ് ആദ്യം നമ്മൾ ബോയിൽ ചെയ്തെടുത്ത് വയ്ക്കുക. ഏത് റൈസ് ആയാലും കുഴപ്പമില്ല. കൂടുതൽ ജീറ റൈസ് അല്ലെങ്കിൽ എന്താ പറയുക ബസ്മതി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. ഞാനിന്ന് 1/2 കിലോ അരിയുടെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. റൈസ് ആദ്യമേ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഫുൾ ആയിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അത് കുക്ക് ചെയ്ത് ചൂടാറാൻ വയ്ക്കുക റൈസ്. അതിനുശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പനീർ, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതിൻ്റെ ഉള്ളിയും സ്പ്രിംഗ് ഓണിയനും, പിന്നെ കുറച്ച് സാദാ ഉള്ളി. ഇത്രയും സാധനങ്ങൾ വേണം. അത് പച്ചക്കറികളെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടം. സ്ക്വയറായിട്ട് മുറിക്കാം, നീളത്തിൽ മുറിക്കാം, എങ്ങനെ വേണമെങ്കിലും കനം കുറച്ച് മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു കടായി വയ്ക്കുക. ആ കടായിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. അതൊഴിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒന്ന് മുപ്പിച്ചെടുക്കണം. വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവരുത്, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ കുറച്ചൊന്ന് മുപ്പിച്ച് അതിൻ്റെ പച്ച മണമൊന്ന് പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് നല്ലപോലെ കുക്കാവാനും പാടില്ല. നമുക്കതിങ്ങനെ കടിച്ച് തിന്നാൻ പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. ആ കുക്ക് വിധത്തിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഷേജ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ മസാല, ഞാൻ 1/2 kg റൈസിലേക്ക് 2 പാക്കറ്റ് മസാല അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ആ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറിയ റൈസ് അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ മേലെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് അടച്ചു വയ്ക്കുക. ഡെക്കറേഷനാണ് സ്പ്രിംഗ് ഓണിയൻ. നല്ലപോലെ ഇട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാം. അടിപൊളി ഷേജ്വാൻ ഫ്രൈഡ് റൈസ്. കുട്ടികൾക്കും നല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെയധികം ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് റൈസാണത്. ഓക്കെ, അതിലേക്ക് നമ്മളൊരു ചെറിയ കറി ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പനീർ ചില്ലി കറി ഉണ്ടാക്കുന്നു. അതിന് വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ കടായി വയ്ക്കുന്നു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് അല്പം ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. ക്യാരറ്റ് ഇതേപോലെ തന്നെ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് അതേ വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പനീർ, ചില്ലി എരിവിനനുസരിച്ച് ചില്ലി ചേർക്കുക. ഗ്രീൻ ചില്ലി അതെല്ലാം ഇട്ട് നല്ലപോലെ കുക്ക് എടുത്ത് ചെയ്തതിന് ശേഷം ഈ പനീർ ചില്ലിയുടെ മസാല മിക്സ് വരുന്നുണ്ട്. അത് ആവശ്യത്തിന് 1 പാക്കറ്റ് അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് ഗ്രേവി ഒഴിക്കുക. അതിലേക്ക് നമ്മൾ സോയാ സോസ്, ചില്ലി സോസ് എല്ലാം കുറേശ്ശെ ഓരോ ടേബിൾസ് വീതം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ സ്വാദുള്ള കറി. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. എത്രയാണ് ഗ്രേവി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നത് തള വരുന്ന വരെ. തള വന്നു എന്ന് കണ്ടാൽ നമുക്കത് അപ്പോഴേക്കും നല്ല കട്ടിയായിട്ട് കിട്ടും. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കറിയാണത്. ടേസ്റ്റും ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. അടച്ചു വയ്ക്കുക. അതും ഈ പറഞ്ഞ പോലെ 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. എല്ലാം യോജിച്ചു എന്ന് കണ്ടാൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ ഈ കറിയും സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സ്വാദുള്ള ഫ്രൈഡ് റൈസും കറിയും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്, മേടിക്കാൻ കിട്ടും. അതുണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയും ഫ്രൈഡ് റൈസുമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ചെറിയ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. വലിയവർക്കും ഇഷ്ടമാവും. അങ്ങനെ വേറെ ഒന്നുമില്ല. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഷേജ്വാൻ ഫ്രൈഡ് റൈസ് ആയാലും കറി ആയാലും പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ധൈര്യമായിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കാരണം പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിൽ അവർ ഫുഡ് കളർ ചേർക്കും. ആ കളറ് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് ഒട്ടും നല്ലതല്ല. നമ്മൾ വീട്ടിലാകുമ്പോൾ അതിൻ്റേതായ ഓർഗാനിക്
ടൈപ്പിൽ സിസ്റ്റമിൽ നമ്മൾ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, സമാധാനം സന്തോഷമായിട്ട് കഴിക്കാം. പുറത്തുനിന്നാകുമ്പോൾ അങ്ങനെയല്ല, അതിൽ അവർ ഫുഡ് കളർ ചേർക്കും. ആ ഫുഡ് കളർ ശരീരത്തിന് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ. പനീർ ചില്ലി മസാല 2 സ്പൂണ് ഓയിൽ. അതിൽ ക്യാരറ്റ്, കാപ്സിക്കം, ബീൻസ്, ഉള്ളി, പനീർ എല്ലാം കൂടി നമ്മൾ വഴറ്റുന്നു. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്ലോ ഗ്യാസിൽ വെച്ചിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാ വെജിറ്റബിൾസും പനീരും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. എടുത്ത് വെച്ച് മിക്സാക്കുക. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. വെജിറ്റബിൾസിൽ നല്ലപോലെ യോജിച്ച് ഒരതി വെള്ളം നിറഞ്ഞു. ഇപ്പം വെള്ളം ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇപ്പം കൂടി ചേർക്കുക. എത്രയും മതി. ഗ്രേവി മതി, ഇത്രയും ആവശ്യമുള്ളൂ. കൂടുതൽ ഗ്രേവി ആയാൽ ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു. നമ്മൾ ഇതിലേക്ക് സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ഒരു സ്പൂൺ, പിന്നെ പൊട്ടൻസി സോസ് കുറച്ച് വീണ്ടും 1 സ്പൂണോളം ഒഴിച്ചു. നല്ലപോലെ മിക്സ് ചെയ്യുക. സ്പ്രിംഗ് ഓണിയൻ മേലെ വിതറി കൊടുക്കുക. അല്ല, അത് അതിനകത്ത് വെച്ചോളാം. അതിലേക്ക് അസിസ്റ്റന്റ് കൊണ്ടുവരും വേഗം. ഇതാണ് അസിസ്റ്റന്റ് രാജിമണി. സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞത്, ഒന്നൊരു അതിൻ്റെ സ്മെല്ല് എന്നറിയാൻ കഴിഞ്ഞു. നമ്മൾ ഓണിയനിട്ടു. ഓണിയനും അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയുള്ളത്? സ്പ്രിംഗ് ഓണിയൻ കുറച്ച്, സ്പ്രിംഗ് ഓണിയൻ്റെ ഉള്ളി കുറച്ച്, പിന്നെ സാധാരണ നമ്മൾ സവാള അതിട്ട് നല്ലപോലെ ഒന്ന് ഇതേപോലെ വഴറ്റുക. നല്ലപോലെ ഡീപ്പായിട്ട് വഴറ്റണ്ട, കുറച്ച് ഒന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ നമ്മളതിൽ മറ്റുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം, പനീർ, ഉരുളക്കിഴങ്ങ് ആവശ്യമുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് ഇടാം, ഇഷ്ടമുള്ളവർക്ക്. പക്ഷേ ഞാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത്രയും മതി. അതിലേക്ക് വെജിറ്റബിൾസും പനീരും നമ്മൾ ചേർക്കും. നല്ലപോലെ ഒരു
വെജിറ്റബിൾസും ഇത് ക്യാരറ്റ്, പന്നീർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാപ്സിക്കം, പനീർ ഇത്രയും ഐറ്റങ്ങൾ ചേർക്കുക. അതാ പറഞ്ഞ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇടാം, ചെറുതാക്കി അരിഞ്ഞിടാം. പനീർ ഇട്ട പോലെ ഇടാത്തവർക്ക് ഇത്രയും മതി. ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. റൈസിലത്തെ വെജിറ്റബിൾസ് ഹാഫ് കുക്കിങ്ങേ പാടില്ല, മുഴുവൻ നന്നായിട്ട് വേവിക്കാൻ പാടില്ല. ഹാഫ് കുക്ക് അത്രയും വേണ്ടു. 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു. നമ്മൾ വീണ്ടും ഒന്ന് അരിക്ക് അതിനെ യോജിപ്പിക്കുന്നു. മസാലകൾ ചേർക്കുന്നു. ഷെജ്വാൻ മസാല ഉള്ളത്. ഷെജ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ മസാല. മസാല ഇട്ടിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് ഈ മസാലയിൽ തന്നെ ഉപ്പുണ്ട്, എക്സ്ട്രാ ഉപ്പിടരുത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റില്ല. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ മസാലയിൽ ഉണ്ട്. വെജിറ്റബിൾസിൽ നമ്മൾ നല്ലപോലെ മസാല ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് റൈസ്, ജീര റൈസ്, ബസ്മതി അരി, എന്ത് വേണമെങ്കിലും ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ജീര റൈസാണ്. അത് നമ്മൾ ഇട്ട് യോജിപ്പിക്കുന്നു. നല്ല ആവിയോടെയുള്ള നല്ല ആവി പറക്കുന്ന ചോറ് റെഡി ആയിട്ടാണ്. കഴിച്ചിട്ട് പറയാം. കൂടി അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ് പ്രിപ്പറേഷൻ. പിന്നെ ഇവിടെ ഇത് സ്പ്രിംഗ് ഓണിയൻ മേലെ ഇട്ടു, ഡെക്കറേഷനാണ്. ഇത് 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അടപ്പ് 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ സെർവ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ ചേച്ചിക്ക് നല്ലൊരു ലൈക്ക് കൊടുക്കാം. ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ മറ്റുള്ള ആൾക്കാരുടെ കൂടെ ഷെയർ ചെയ്യുക. ചേച്ചിക്ക് മാക്സിമം ഈ കറിയെപ്പറ്റി മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.